എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു പോട്ടി ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ പോട്ടി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ഒരു കിലോ പോട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി ക്ലീൻ ചെയ്യണം. 6-7 തവണ നന്നായി കഴുകണം. അത് ക്ലീൻ ചെയ്യാൻ ചൂടുവെള്ളത്തിലാണ് ഞാൻ ക്ലീൻ ചെയ്തത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലീൻ ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ടിരിക്കണം. പിന്നെ അതിന് വേണ്ട സവാള, ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, നൈസായിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിനുള്ളത്, കറിവേപ്പില. പിന്നെ അതിന് വേണ്ട മസാലകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ വരട്ടാൻ നേരത്ത് കുറച്ച് കടുക്, പിന്നെ മസാല, ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടിയാണ് അതിൻ്റെ കൂടുതൽ നമുക്ക് വേണ്ടി വരുന്നത്. അതിലാണ് അതിൻ്റെ സ്വാദിരിക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി അധികം വേണം. അതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് ഇനി പോട്ടി ഫ്രൈ ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് പോട്ടി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയുള്ള പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. പച്ച ചുവയ്ക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. എന്നാൽ മാത്രമേ പോട്ടി ഫ്രൈ നല്ല സ്വാദിഷ്ടമായി കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടിയുള്ള മുളക് പൊടി, ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയാണ് ആദ്യം എടുക്കുന്നത്. കാരണം കുരുമുളക് പൊടി കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് മുളക് പൊടി അധികം വേണ്ട. കാശ്മീരി ചില്ലി കുറച്ചിട്ടാൽ മതി. കുറച്ച് മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കുമ്പോൾ തീ ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം ചൂടാക്കാൻ. അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോയാൽ അതൊരു കയ്പ്പ് വരും. അതുകൊണ്ട് നന്നായി കുറച്ചിട്ടിട്ടേ പൊടികൾ മൂപ്പിക്കാവുള്ളൂ. അപ്പോൾ പൊടി നന്നായി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ലോ ഫ്ലെയിമിലിട്ട് പൊടി ഒന്ന് ചൂടാക്കി എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കൂട്ടിയിട്ട് ചൂടാക്കരുത്, പൊടി കരിഞ്ഞു പോകരുത്. അപ്പം നമ്മുടെ പൊടി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാല, ഇവിടെ ഞാൻ ഇവിടെ പൊടിപ്പിച്ചതാണ്, അതായിരിക്കും കുറച്ച് ടേസ്റ്റിന് നല്ലത്. അപ്പോൾ അതിന് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. കൂടാതെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ആ പൊടി മൂത്തയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി അല്ലെങ്കിൽ മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ പൊടി മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടി മൂത്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഒരു കുക്കറിലേക്ക് ഞാനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഈ പോട്ടി എടുത്തിടുവാണ്. ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുവാണ് ഇതിലേക്ക്. പിന്നെ നമ്മൾ വരട്ടാനായിട്ട് കുറച്ച് സവാള വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹാഫ് സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. അധികം സവാള വേണ്ട, കുറച്ച് സവാള ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കുറച്ച് ഇഞ്ചിയും വെച്ചിരിക്കുന്നതിൻ്റെ ഹാഫായിട്ട് ഒരു ഇഞ്ചിയും, കുറച്ച് വെളുത്തുള്ളി അധികം ചേർത്താൽ നല്ലതാണ്. വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ പച്ചമുളക്, പിന്നെ നമുക്ക് അതിന് വേണ്ട ഉപ്പ്, ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പൊടി കൂട്ടി യോജിപ്പിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ 2-3 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പോട്ടി വേവിക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കണ്ട. അതിന് വേവാനുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വേവുമ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടാകും. അപ്പോൾ അത് കുറച്ച് വെള്ളം മാത്രം നമ്മൾ പൊടിച്ച് പോട്ടി വേവിക്കുക. ഞാൻ
ഞാനിവിടെ പോട്ടി മുളകും എല്ലാം നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടതായിട്ടില്ല, കാരണം പോട്ടിയിൽ തന്നെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ ഒത്തിരി ഇത് മുകളിലേക്ക് ഇങ്ങനെ കയറി വരും, കുക്കർ നിറഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ട വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി വേവാനായിട്ടുള്ളത്. നമുക്കിത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുക്കറിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഒരു വേവ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ വിസിലടിപ്പിക്കാൻ. ഞാനിവിടെ ഒരു 4 വിസിലാണ് ഇതിനെ അടുപ്പിക്കുന്നത്. നമുക്ക് വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോട്ടി വെന്തെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. അത് നന്നായി വെന്തിട്ടുണ്ട്, മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. ഞാനതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 5 ടീസ്പൂൺ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുവാണ്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും. ആദ്യം കറി വേവിക്കാനായിട്ട് ഞാൻ പച്ചമുളക് എടുത്തതുകൊണ്ട് ഞാൻ ഇതിന് കുറച്ച് വറ്റൽമുളകാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് വേണ്ട കറിവേപ്പില. നന്നായി മൂത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. സവാള ഞാൻ ഇട്ടു. അപ്പോൾ പെട്ടെന്നൊന്ന് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പോട്ടിയിൽ ഇട്ടേക്കണം ഉപ്പ് അനുസരിച്ചിട്ട് വേണം ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ, കൂടി പോകാതെ നോക്കണം. അപ്പോൾ ഇത് വരലേടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതിരിക്കാൻ എപ്പോഴും ഇളക്കി കൊടുക്കണം. അതപ്പോൾ നമ്മുടെ ഉള്ളി നന്നായി വരണ്ടിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോട്ടി ഫ്രൈ പോട്ടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ കറക്റ്റ് വെള്ളം ഒഴിച്ചത് കൊണ്ട് കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത്. വെള്ളം അധികം ഒഴിക്കരുത്, പിന്നെ നമ്മളത് പറ്റിച്ചെടുക്കണം, പിന്നെ ഒത്തിരി സമയം എടുക്കും. ഇത് കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം വേവിച്ചപ്പോൾ ഇട്ടതുകൊണ്ട് ഞാൻ മസാല ഉള്ളി വെള്ളത്തിൽ ഇട്ടിട്ടില്ല. നമുക്കിനി നന്നായി ഇത് ഫ്രൈ ചെയ്തെടുക്കാം, പറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ പോട്ടി ഫ്രൈ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ ഏകദേശം ഒന്നും ആയിട്ടുണ്ട്. ഞാനപ്പോൾ കുറച്ച് മസാലപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് വെച്ചാൽ പെരുംജീരകമൊക്കെ അധികം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിന് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇച്ചിരി അധികം മുന്നോട്ട് നിൽക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. ഏകദേശം പോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് കുറച്ച് മല്ലിയിലയും കൂടി ഇതിനൊന്ന് ഒരു ടേസ്റ്റിന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഞാൻ സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സവാളയുടെ കൂടെ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരും.
2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. പോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ പോട്ടി ഫ്രൈ സെറ്റപ്പ് ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ടേസ്റ്റർ ഇന്ന് കണ്ടോ 4 ടേസ്റ്റർമാരാണ് ഇരിക്കുന്നത്. കാരണം ഇന്ന് സ്പെഷ്യൽ ഫുഡാണ്. നമ്മുടെ തട്ടുകടയിലൊക്കെ മാത്രമേ ഞാനിത് കഴിച്ചിട്ടുള്ളൂ. അപ്പൊ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ഇതിന്റെ ട്രെയിനിങ് ആയിരുന്നു. നമ്മുടെ അൻസാമോളാണ് ഇതിന്റെ പ്രിപ്പറേഷൻ കണ്ടായിരുന്നല്ലോ. അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തന്നെയാണ് ഇന്ന് ഇരിക്കുന്നത്. അപ്പം ദാണ്ട നമ്മുടെ കൊച്ചു ടേസ്റ്റർ ഉണ്ട്. മോനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. അലീന ഇതാനാ ഞങ്ങൾ എല്ലാരും ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്. പോട്ടി ഫ്രൈ ആണിത്. ഉണ്ടോ അതാണ്ട് ഇതാണ് നല്ല തകർത്ത സാധനമാണ്. നല്ല കുരുമുളകിന്റെ ആഹാ നല്ലൊരു എരിവും മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റും. ഇപ്പൊ കപ്പയൊന്നും തിന്നാൻ തോന്നുന്നില്ല. അത് മാത്രം തിന്നണമെന്ന് തോന്നുന്നു. കപ്പയൊക്കെ ഇങ്ങനെ കൂട്ടി ഒരു സവോളയും ഇതെല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് നല്ല അടിപൊളിയാ കേട്ടോ. അപ്പം തീർച്ചയായിട്ടും പോട്ടി കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങി ഇതേപോലെ ഒന്ന് പ്രിപ്പയർ ചെയ്തൊന്ന് കഴിച്ചു നോക്കുക കേട്ടോ. വർത്തമാനം പറയാൻ പോലും സമ്മതിക്കുന്നില്ല. വായിൽ നിന്ന് വെള്ളം അങ്ങനെ കുടുകുടാന്ന് ചാടുകയാണ്. അതാണ് ഇതിന്റെ സ്പെഷ്യൽ കേട്ടോ. നല്ല അടിപൊളി പോട്ടി ഫ്രൈ ആണ്. അപ്പൊ ഞങ്ങളുടെ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.